എൻ്റെ പൊന്നെ, നീ പറയണത് വിശ്വസിക്ക്. എടി ഞാൻ അവളെ കാണാൻ വേണ്ടി പോയൊന്നുമല്ല, സത്യം. ഇല്ല, ഇനി അങ്ങനെയുള്ള പരിപാടിക്കേ ഇല്ല. നീ ഒന്ന് വിശ്വസിക്കുക. അച്ഛനും അമ്മയും അകത്തുണ്ട്. നമുക്ക് നേരിട്ട് വന്നിട്ട് പറയാം ഞാൻ എല്ലാം. നീ ഇപ്പോൾ വൈ. ശരി. ഓ, എന്തൊരു കഷ്ടമെന്തോ. ഏത് സമയത്താണെന്തോ ഈ പിശാചിനെ പ്രേമിക്കാൻ തോന്നിയത്. മനസമാധാനമായിട്ടൊന്ന് വായി നോക്കാൻ പോലും സമ്മതിക്കാത്ത കഷ്ടം. നീ എന്തുകൊണ്ടാ ഇത് പാത്തും പതുങ്ങിയൊക്കെ ഫോൺ ചെയ്യുന്ന ഇതാർക്കാ? റിമോട്ട് ഇങ്ങോട്ട് വന്നേ. ബിഗ് ബോസിന്റെ സമയമായി. രേണുസുതി എന്തോ ആയോ, അതൊന്ന് കാണണം. അച്ഛ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? പ്രേമിക്കുന്നവരൊക്കെ ഭീരുക്കളാ. കല്യാണം കഴിച്ച് സാഹസികമായിട്ട് ജീവിക്കുന്നവരാണ് ധീരന്മാര്. എന്താ സാഹസികത? നിങ്ങൾ ഇന്ത്യയും ഞാൻ പാകിസ്ഥാനുമാണ്. നിങ്ങളുടെ കൂടെയും നിങ്ങളുടെ ഈ പറഞ്ഞ കേൾക്കാത്ത മോന്റെ കൂടെയും ജീവിക്കുന്ന എനിക്കാ സാഹസികത. മതി, ഡയലോഗൊക്കെ നിർത്തി. ഗുളിക കഴിക്കാനുള്ള സമയമായി. പോയിട്ട് ആ ഗുളികയും എടുത്തോണ്ട് പോവാം. ഒരു ഗുളിക പോലും എടുത്ത് കഴിക്കാൻ വയ്യ. എല്ലാം ഞാൻ തന്നെ കയ്യിൽ എടുത്തു കൊടുക്കണം. എന്നിട്ട് പറയുന്നത് സാഹസികതയാണെന്ന്. അത് ശരിയാ. എന്തൊക്കെ പറഞ്ഞാലും അച്ഛന് അനങ്ങണമെങ്കിൽ അമ്മ വേണം. അമ്മ ഇല്ലാതെ ഒരു പരിപാടി നടക്കൂലല്ലേ? എൻ്റെ കാര്യം മാത്രമല്ല, കാളമാര് വളർന്ന നിന്റെ കാര്യം അവള് തന്നെയല്ലേ നോക്കുന്നത്. ഇതല്ലേ അച്ഛാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അമ്മയ്ക്ക് വയസ്സായി, ഇതെല്ലാം കൂടെ അമ്മ തന്നെ ഒറ്റയ്ക്ക് നോക്കണമെന്ന്. ഇതല്ലേ ഞാൻ എപ്പോഴും പറയുന്നത്, ഒരു ജോലിക്കാരെ വെക്കാൻ. അയ്യോ, അപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ എന്താണെന്ന് മനസ്സിലായില്ലേ? ഞാൻ വിചാരിച്ചത് ഒരു കല്യാണം കഴിച്ച് അമ്മയ്ക്കൊരു ഹെൽപ്പിന് ഒരാളെ ഇങ്ങോട്ട് കൊണ്ടുവരാന്നാ വിചാരിച്ചത്. അപ്പൊ ഇതാണ് കാര്യം. ഇതിനാണ് വളഞ്ഞു വന്ന് മൂക്ക തൊടാൻ വന്നത് അല്ലേ?